ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ട്രൈ ചെയ്യാം. സ്കാലപ്പ് വരുന്നൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 26 ചെസ്റ്റ് സൈസിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഈ കാണിക്കുന്നത്. കഴുത്തകലം 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഇറക്കം 8 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലൊരു ബോക്സ് വരച്ച ശേഷം ഈ ഒരു രീതിയിലുള്ള നെക്കാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിന് അരികിലായി ഒരു 1/4 ഇഞ്ചിലും താഴെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്കാലപ്പ് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളൊരു 1/4 ഇഞ്ചിലും താഴെ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഒന്ന് കുടുങ്ങി നിൽക്കാതെ ഒന്ന് വൈഡായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിസൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ടുണ്ട്, താഴത്തേക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ ഈ ഒരു ഡിസൈൻ വളരെ ട്രെൻഡിങ് ആണ്. പട്ടുപാവാടയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കോർണറായിട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ക്ലോത്തിൽ വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ലൈനിങ്ങിൽ വെച്ച് അയൺ ചെയ്തെടുത്ത ശേഷം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്കാലപ്പ് ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതുപോലെ ചെറിയ കട്ട്സ് കൊടുക്കുക കേട്ടോ. ശേഷം നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ അകലം ഇവിടെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു റെഡ് പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ റെഡ് പീസ് വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലേസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ള ഔട്ട്ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്